ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 2:21 കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ പാതിരാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കിങ്ങനെ രാത്രിയിൽ പലപ്പോഴും എനിക്ക് ഉറക്കം കിട്ടാറില്ല കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എത്ര കിടക്കുമെന്ന് വിചാരിച്ചിരുന്നാലും എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, എഴുന്നേറ്റ് ജോലി അങ്ങ് ചെയ്യും. അപ്പോൾ എപ്പോഴായിരുന്നിരുന്നാലും എഴുന്നേറ്റ ഉടനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചൊക്കെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ എൻ്റെ ദിവസം ഞാൻ തുടങ്ങാറുള്ളൂ. അതിപ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേറ്റാലും 1 മണിക്ക് എഴുന്നേറ്റാലും ഒക്കെ എൻ്റെ റുട്ടീൻ അങ്ങനെയാണ്. രാവിലെ 5 മണിയാകട്ടെ 6 മണിയാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാറില്ല. എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഒരു നാടൻ ഊണെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്ത് പോവേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ലേറ്റായി. പിന്നെ ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ രാത്രി എഴുന്നേറ്റ് അപ്പോൾ രാത്രി തന്നെ ഞാൻ തുണികളൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കിയത് ഉണക്കാനിട്ടിട്ട് ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ എംറ്റി ചെയ്യണമല്ലോ, അതൊക്കെ രാവിലെ എംറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്ര ഡിഷ് വാഷറിൽ കഴുകണമെന്ന് വിചാരിച്ചാലും കുറേ പാത്രങ്ങളൊന്നും, എല്ലാ പാത്രങ്ങളും ഡിഷ് വാഷറിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൽ കൊള്ളത്തുമില്ല. അപ്പോൾ കുറേ നമുക്ക് കൈ കൊണ്ട് കഴുകേണ്ടിയും വരും. അപ്പോൾ അതെല്ലാം കൈ കൊണ്ടങ്ങ് കഴുകി അത് ആ കഴുകി വെച്ചിരിക്കുന്ന ആ ബാസ്ക്കറ്റും അങ്ങ് എംറ്റി ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ വന്നിട്ട് എനിക്കപ്പോൾ ഉറക്കമില്ലാതിരിക്കുമല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി. പക്ഷേ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു നോസിയ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, കാപ്പിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ഗ്ലാസ് കാപ്പിയേ ഞാൻ ഇടുന്നുള്ളൂ. ചേട്ടൻ അത്രയും രാവിലെ വേണ്ട, ഞാൻ ചോദിച്ചു പുള്ളിക്ക് വേണമെന്ന്. അപ്പോൾ പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം 2 കപ്പ് കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഫി ഇതാ ഞാൻ ഇങ്ങനെ കോഫി പൗഡർ ആ പാലിലോട്ട് നേരിട്ടിടില്ല. കോഫി പൗഡർ നമ്മൾ ഏത് ഇതിലോട്ടാണോ കപ്പിലോട്ടാണോ അത് പാല് പകർത്തുന്നത്, അതിൻ്റെ അകത്തോട്ട് കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ കോഫിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പൊതുവേ ഒരു നൈറ്റ് പേഴ്സൺ ആണ് കേട്ടോ. എനിക്ക് ഉറക്കം എന്ന് പറയുന്നത് രാത്രിയിൽ തീരെ കിട്ടാറില്ല. അതിപ്പോൾ 1-2 മാസമായിട്ടൊന്നും എനിക്ക് തുടങ്ങിയ ഒരു ശീലമല്ല, കുറേ വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെയാണ്. ഞാനതിന് ഡോക്ടറെയൊക്കെ ഒത്തിരി കാണിച്ചു, മെഡിസിനൊക്കെ എടുത്ത് നോക്കി, എന്നിട്ടൊന്നും ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ ഉറക്കം വരുന്നത് ആ സമയത്ത് ഉറങ്ങിക്കൊള്ളുക. അത് രാവിലെ ആണെന്നോ രാത്രിയാണെന്നോ നോക്കണ്ട. നമ്മൾ നിർബന്ധം പിടിച്ച് ഇനി രാവിലെ ഉറങ്ങിയില്ലെങ്കിൽ രാത്രി ഉറങ്ങുമെന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടും എനിക്ക് അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ പകലത്തെ ഉറക്കവും എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്, രാത്രിയിലെ ഉറക്കവും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ എനിക്ക് 1-2 ദിവസം ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. എനിക്ക് എപ്പോഴാണ് ഉറക്കം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ വെളുപ്പിന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ ആ 2 മണി കണ്ടപ്പോൾ വിചാരിക്കേണ്ട ഞാൻ 2 മണിക്ക് എഴുന്നേറ്റാണെന്ന്. ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. 2 മണിവരെ ഞാൻ കിടന്ന് നോക്കി, എന്നിട്ടും എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഇപ്പം എന്ത് ചെയ്യാനാണ്, ക്ലീനിങ് ആയാലും കുക്ക് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തലേദിവസം ഉണ്ടാക്കി വെച്ചതിൻ്റെ കറികളും എല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴത്തേൽ ടൈം എനിക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ മണാലിയിൽ പോയിട്ട് വന്നപ്പം കുറേ ഒരു 5-6 ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സെൽഫായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ സമയത്തിനൊന്നും കിട്ടുന്നില്ല. പിന്നെ പലപ്പോഴും എനിക്കത് ഒരു നല്ലോണം കാശ് നമ്മുടെ നിന്ന് മേടിക്കുകയും ചെയ്യും. പക്ഷേ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുന്നുമില്ല. പിന്നീട് നമ്മളത് ഓൾട്ടർ ചെയ്യാനായിട്ടൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേൽ അവർക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേല് ഇപ്പം നമുക്ക് അറിയാമെങ്കിൽ എനിക്ക് ഈ കഴുത്ത് വേദനയും കൈക്ക് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ കഴിവതും സ്റ്റിച്ച് ചെയ്യാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴത്തേല് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട്, പിന്നെ ടൈമും പോകണമല്ലോ. പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോൺസെൻട്രേഷൻ സ്റ്റിച്ചിങ്ങിലോട്ട് പോവും. അപ്പോൾ മനസ്സിൽ വേറെ ചിന്തകളോ അങ്ങനെയുള്ളോ ഒന്നും വരില്ല. ഇപ്പം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ വിഷമങ്ങളൊക്കെ വരുമ്പം ഞാനിങ്ങനെ കൂടുതൽ ജോലി ചെയ്യും, കൂടുതൽ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഒരു എന്താ പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ടോപ്പ് നേരത്തെ ഇപ്പോൾ ഈ തയ്ക്കുന്നതുണ്ടല്ലോ, ഒരു പല്ലാസോ പാൻറ്റാണ്, അതിൻ്റെ ടോപ്പ് ഞാൻ നേരത്തെ തയ്ച്ച് വെച്ചു. അപ്പോൾ എനിക്ക് സമയമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പാൻറ്റും കൂടെ അങ്ങ് തയ്ച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻറ്റ് തയ്ക്കുകയാണ്. ഇനി ഒരുപാട് തയ്ക്കാനുണ്ട്, എൻ്റെ മമ്മിയുടേതൊക്കെ തയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിൽ സാധാരണ നമ്മുടെ ഈ ചുരിദാർ പാൻറ്റിലൊക്കെ എപ്പോഴും ഈ നൂല് കൊണ്ട് ആ ഒരു കെട്ട് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ആ കെട്ട് വെച്ച് ചെയ്യുമ്പോഴത്തേലും എനിക്കത് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ടോയ്ലറ്റിലോ വല്ലതും പോകുമ്പോഴത്തേലും ഇതിൻ്റെ നൂല് ചിലപ്പോൾ ഉള്ളിലോട്ടങ്ങ് പോയി എന്ന് വരും. പിന്നെ നമുക്ക് അത് വലിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ചിലപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുരിദാർ പാൻസിലെല്ലാം ഞാൻ എലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് നല്ല കംഫർട്ടാണ്. അപ്പോൾ അതിന് എലാസ്റ്റിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ തയ്ക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എലാസ്റ്റിക് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ ഇത്. അത് ഞാൻ നമ്മുടെ ആവശ്യത്തിനെടുത്ത് അതിങ്ങനെ കോർത്ത് കൊടുക്കുകയാണ്. അത് കോർത്തിട്ട് അത് തയ്ച്ചെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പാൻസ് ഇടാനും നമുക്ക് അത് എന്താ പറയുന്നത് ആ നൂല് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതുണ്ടാവില്ല. അപ്പോൾ പിന്നെ എലാസ്റ്റിക് എങ്ങാനും വലിഞ്ഞു പോയിരുന്നിരുന്നാലും നമുക്കത് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് വീണ്ടും എലാസ്റ്റിക് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതങ്ങനെ നല്ല ക്വാളിറ്റി എലാസ്റ്റിക്കാണ്, അങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഉറക്കമില്ലാതെ ഉള്ള രാത്രികളിൽ എൻ്റെ പണികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എൻ്റെ ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നതും എന്നൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെന്താ പറയുന്നത്, പിന്നെ ഇതൊക്കെ കാണിക്കുമ്പോഴത്തേൽ ശരിക്കും ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പലപ്പോഴും നല്ല വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടി പിടിച്ച് തളർന്ന് ഇരിക്കുമ്പോൾ, മടി പിടിക്കുന്നത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥയിലാണ് മടിയെന്ന് പറയുന്നൊരു സാധനം എനിക്ക് വരാറുള്ളത്. അല്ലാതെ ഞാനങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഇതാണ് കേട്ടോ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ഇത് കാണിക്കുവാണ്. ഫുൾ വ്യൂ പാൻറ്റിൻ്റെ ഇതാണ് ഞാൻ തയ്ച്ച പാൻറ്റ്. നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. പല്ലാസോയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഭയങ്കര ചൂടല്ലേ, എനിക്ക് ഭയങ്കര ചൂടാട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാനങ്ങ് മിനിറ്റ് വെച്ച് അങ്ങ് വിയർക്കുവാണ്. അപ്പം അതാണ് നല്ല കോട്ടൺ തുണിയാണ്. അപ്പോൾ അതിടാൻ നല്ല കംഫർട്ടാണ്. ഇപ്പം ഞാൻ കണ്ടോ, ഇപ്പം ഞാൻ ഈ 3/4 പാൻസൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേൽ നമ്മുടെ സമ്മറിൽ കുറച്ച് കംഫർട്ടാണ് നമ്മൾക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മടിയെക്കുറിച്ചാണ്. അപ്പോൾ കുറേ പേര്, ഓരോ മനുഷ്യർ ഓരോ തരത്തിലാണല്ലോ. കുറേ പേര് എന്താ പറയുന്നത്, അവർക്ക് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല, വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, എന്താ പറയുന്നത്, വേറെ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി ഉണ്ടാവും, അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ പോവും.
പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഈ ഹൗസ് വർക്ക്സ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നതും എനിക്ക് കുറച്ച് നീറ്റ്നെസ് കൂടുതലാണ്. അപ്പോൾ ക്ലെൻലിനെസ് കൂടുതലായതുകൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാം വൃത്തിയാക്കി വെക്കുക. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാണ്, എനിക്ക് മനസ്സിന് നല്ല വിഷമവും കാര്യങ്ങളും വരുമ്പോൾ പിന്നെ എൻ്റെ കൈയും കാലും അനങ്ങില്ല കേട്ടോ. അത് എന്തുകൊണ്ട് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ എത്ര വിചാരിച്ചിരുന്നിരുന്നാലും എനിക്ക് എഴുന്നേൽക്കാനോ ഒരു പണി ചെയ്യാനോ പറ്റത്തില്ല. അപ്പോഴും പിന്നെ ഞാൻ എന്നെ ഒന്ന് എന്താ പറയുന്നത്, സെൽഫ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാനിതുപോലെ യൂട്യൂബ് വീഡിയോസ് കാണും. യൂട്യൂബ് വീഡിയോസിൽ ഇതുപോലെയുള്ള ക്ലീനിങ്, കുക്കിങ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് കൂടുതലും ക്ലീനിങ് കാണുമ്പോഴത്തേക്ക് അറിയാതെ നമുക്ക് തന്നെ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്ത് സ്പീഡായിട്ട് ചെയ്യുന്നു, അപ്പം നമ്മുടെ വീടും ഇങ്ങനെ ഇരിക്കണ്ടേന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ ഞാൻ പോയിട്ട് അത് ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഇതൊക്കെ കുറേ അങ്ങ് ആ ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് എനർജി എന്നിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര്, ഞാൻ നേരത്തെ വീഡിയോസിൽ പറയുന്നത് പോലെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് എന്താ പറയുന്നത്, പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴത്തേലോ അല്ലെങ്കിൽ എന്തെങ്കിലും മടി കൊണ്ടോ എഴുന്നേൽക്കാനോ ഒന്നും ചെയ്യാനോ തോന്നത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടും, ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യാനായിട്ട് ഒരാൾക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരാളെ വിഷമിപ്പിക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് ഒരാളെ കരയിപ്പിക്കാനോ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താനോ നമുക്ക് സാധിക്കും. പക്ഷേ ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടാകും, ഒരാളെങ്കിലും നമ്മൾ കാരണം ഒരു നല്ലത് ചെയ്തു എന്ന് നമുക്ക് തന്നെ എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കഴിവതും എൻ്റെ ഒരു പോളിസി അനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും ഉപകാരം നമുക്ക് ഞാൻ പറയുന്നത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരിത് കാണുമ്പോഴത്തേലും ആർക്കെങ്കിലുമൊക്കെ അതൊരു മോട്ടിവേഷനാണെങ്കിൽ അത് അങ്ങനെ ആവുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം അവിടെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേല് ആകെ വിയർത്ത് കുളിച്ചു. അപ്പോഴേക്കും പിന്നെ താഴെ മുറ്റമടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കാറൊക്കെ കിടക്കുമ്പോഴത്തേല് താഴെയുള്ളവർക്കായിരുന്നാലും മുറ്റമടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഹസ്ബൻഡുള്ള സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ കാറൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടാണ് ഞാൻ മുറ്റമടിക്കുന്നത്. മുറ്റമടിച്ചിട്ടും ഒരു കാര്യമില്ല, കാരണം ഞങ്ങളുടെ റോഡെന്ന് പറയുന്നത് വളരെ മോശമായിട്ട് കിടക്കുന്ന റോഡാണ്. അപ്പോൾ എപ്പോഴും കുണ്ടും കുഴിയും RCCയുടെ അടുത്താണ്. അപ്പം അവിടെ ആ ഒരു ബിൽഡിംഗ് പണിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞങ്ങളുടെ അവിടുത്തെ റോഡൊന്ന് ശരിയാക്കിയിട്ട്. 10ൽ ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ മുഴുവൻ ഇങ്ങനെ എന്താ പറയുന്നത്, പൊളിഞ്ഞ് ആകെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുക കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ വേസ്റ്റ് മാത്രമല്ല, അവിടുന്ന് കാറ്റടിച്ചിട്ട് വേസ്റ്റ് വരുന്നതിൻ്റെ പുറമെ മണ്ണും ഉണ്ട് ഒരുപാട്. അപ്പോൾ അത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേല് 2 കാറിലും നിറച്ച് പൊടിയായിരുന്നു. അപ്പോൾ അതും ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. കഴുകിയിടുമ്പോഴത്തേലും ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ കഴുകി ഒരു 10 മിനിറ്റ് ആവുന്നതിന് മുന്നേ അടുത്ത പൊടി ഇതിൽ നിറയും. അല്ലെങ്കിൽ വീട്ടിൽ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ പേഷ്യൻസിന് കൊടുത്തിരിക്കുവാണ്. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി വരും. അപ്പോൾ അവിടെ എന്തെങ്കിലും പണിയൊക്കെ വരുമ്പോഴത്തേലും അതിൻ്റെ പൊടി, പിന്നെ അവിടെ ആ ബിൽഡിംഗ് പണിയുന്നതിൻ്റെ പൊടി നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും കാറ് വൃത്തിയായിട്ട് കിടക്കില്ല. അത് നമ്മളെപ്പോഴും
കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കണം. അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാറ് കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ ഞാൻ ഈ കാറ് കഴുകുന്നത് സ്പിൻ മോപ്പ് വെച്ച് തന്നെ ആണ് കഴുകുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കാറ് നമ്മൾ വിചാരിക്കും നമ്മൾ നിലം തുടയ്ക്കാൻ മാത്രമായിട്ടാണ് സ്പിൻ മോപ്പ് ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെയല്ല, സ്പിൻ മോപ്പ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. നമ്മളിപ്പം വീട്ടിൻ്റെ അകത്താണെങ്കിലും ഈ വോൾ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പിൻ മോപ്പ് വെച്ചിട്ട് അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ കാറ് കഴുകാനാണെങ്കിലും നമുക്കിപ്പോൾ അല്ലാതെ നമ്മൾ കാറ് കഴുകുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് അത് ഇങ്ങനെ കംപ്ലീറ്റ് എടുത്ത് എന്താ പറയുന്നത്, അത് വൈപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോഴത്തേൽ ഇതിന് ഈ ഒരു റോഡിന് ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്കത് എല്ലായിടത്തും, ഇപ്പം മേളിലൊക്കെ നമുക്ക് കാറിൻ്റെ ടോപ്പ് കഴുകണമെങ്കിലൊക്കെ നമ്മൾ സ്റ്റൂളിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്ന് കഴുകണ്ടേ. അപ്പോൾ ഇതിനാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഈ ഒരു റോഡിന് ലെങ്ത് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാറ് കഴുകാനും ഒക്കെ ആയിട്ട് ഉള്ള ആ ഒരു മോപ്പ് ഹെഡ് പ്രത്യേകം അത് മാറ്റി വെച്ചേക്കുക. നിലം തുടയ്ക്കുന്നത് വെച്ചിട്ട് അത് കഴുകാതിരിക്കുക. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഒരു കാറ് കഴുകി കഴിഞ്ഞു. ഇപ്പോൾ ദാ അടുത്ത കാറും കഴുകുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ നോക്കുക. പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനൽ വളരാനായിട്ട് കൂടുതൽ സഹായിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കും. എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി കഴിവതും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യം അനുസരിച്ച് ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.